ഇപ്പോൾ നടനും സംവിധായകനും ഒക്കെയായ മധുപാൽ ചേരുകയാണ്. മധുപാൽ, BJP ആസൂത്രിതമായി മോഹൻലാൽ എന്ന വലിയ നടനെതിരെ ആക്ഷേപമുന്നയിക്കുന്നു, പൃഥ്വിരാജിനെതിരെ ആക്ഷേപമുന്നയിക്കുന്നു. വിമർശനങ്ങളെ വിമർശനങ്ങളായി കാണാതെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ രാജ്യദ്രോഹ പട്ടികയിലേക്ക് ചേർക്കുന്ന ഈ പഴയ രീതി വീണ്ടും ആവർത്തിക്കുന്നു. എങ്ങനെയാണ് സിനിമാ ലോകം ഇതിനോട് പ്രതികരിക്കുന്നത്? മധുപാൽ. സിനിമ എന്നൊരു മീഡിയം വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എല്ലാ അർത്ഥത്തിലും എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രൊപ്പഗൻഡ സിനിമ ഇറക്കിയിട്ട്, ആ BJP ഓറിയന്റഡ് ആയിട്ട് ഒരു പ്രൊപ്പഗൻഡ സിനിമ ഇറക്കിയിട്ട് കേരളത്തെ വളരെ മോശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമയ്ക്ക് മുഴുവൻ മാർക്കും കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്നത്തെ അവിടുത്തെ കമ്മീഷണറായിട്ടുള്ള പോലീസ് ഓഫീസർ വളരെ കൃത്യമായിട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. പല സത്യങ്ങളും നമുക്ക് മുന്നിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കിടക്കുമ്പോൾ അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം നുണകൾ പറഞ്ഞുകൊണ്ട് നുണപ്രചരണങ്ങളിലൂടെ മാത്രമേ നിലനിർത്താൻ പറ്റൂ എന്ന് പറയുന്ന ഒരു രീതി ഇവരുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ ഒരു കാരണവശാലും ഇവർക്കൊന്നും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും ഭാഗമല്ല മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ, ഡയറക്ടർ. ഇവരൊന്നും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതൊന്നുമല്ല. അവർക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആശയങ്ങൾ പറയാനുള്ള ഒരു ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ജനാധിപത്യ രാജ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പറയുകയും ചെയ്യുന്നു. പറയുന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സെൻസർഷിപ്പ് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന സെൻസർ ബോർഡ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സ്ഥാപനമുണ്ട്. അവരൊക്കെ കണ്ടുപോയ ഒരു ചലച്ചിത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ നുണകൾ പറഞ്ഞു പോയ സാധനങ്ങൾ നുണകളാണെന്ന് അറിയാതെ, അല്ലെങ്കിൽ അവിടെ എന്താണെന്ന് ഞാൻ ഗുജറാത്തിൽ വളരെ സജീവമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് കുറെ കഥകൾ എനിക്ക് അറിയാവുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടും കേൾക്കുകയും ഒക്കെ ചെയ്തു പോയിട്ടാണ്. പക്ഷെ ഒരിക്കൽ പോലും കാണുകയോ കേൾക്കുകയോ ആ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു ജനതയാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരും. അത് മാത്രമല്ല, മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ആസൂത്രിതമായി ആക്രമിക്കുകയാണ്. അദ്ദേഹം ഈ പദവിക്ക് യോഗ്യനല്ല എന്നൊക്കെ ഇവരാരാണ് മോഹൻലാലിനെ വിലയിടാൻ? ലഫ്റ്റനന്റ് കേണൽ പദവി എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഒരു ഡിഫൻസ് ഗ്രൂപ്പിനെ നയിക്കാനും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പരമോന്നത പദവിയാണത്. ആ പദവി ഇവരൊന്നും കൊടുക്കുന്നതല്ലല്ലോ. കാരണം ഒരു ഭരണകൂടം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യത്തിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അത് ഏതെങ്കിലും ഒരു ഭരണകൂടമായിട്ടല്ല കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾക്കും അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്കും അനുകൂലമായിട്ടാണ് അത് കൊടുക്കുന്നത്. ഡിഫൻസിനെ അല്ല, പട്ടാളത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു, പട്ടാളത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു, പട്ടാളത്തിന് വേണ്ടി. ഇവരെ വിമർശിച്ചാൽ എങ്ങനെയാണ് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്നത്? രാജ്യവിരുദ്ധരായി മാറുന്നത് ഇവരെ വിമർശിച്ചാൽ അത് എന്തോ പറയാൻ പറ്റുക. ചരിത്രബോധമില്ലാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് പറയാം? തീർച്ചയായും ഇതിനെതിരെ ഒരു ശക്തമായ സിനിമാ തലത്തിൽ മാത്രം ഒതുങ്ങാത്ത ഒരു ശക്തമായ പ്രതിരോധം അല്ല, ഇത് സിനിമ കൊണ്ട് മാത്രമല്ല. കാരണം പൊതുജനങ്ങൾക്ക് പൊതുബോധം ഉണ്ടാവണം. ആ പൊതുബോധത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവർ സിനിമയെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ വിമർശിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഈ സിനിമയെ അനുകൂലിച്ചുകൊണ്ട് BJP ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കണ്ടേ? അങ്ങനെ വരുവാണെങ്കിൽ അപ്പം അത് രാജ്യദ്രോഹമല്ല. ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന BJP-കാരൻ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തുവെങ്കിൽ അത് രാജ്യദ്രോഹമല്ലേ? അപ്പൊ ഇത് എന്റെ കാര്യം, ഞാൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് മോഹൻലാലിനെ കുറിച്ച് പറയാനും, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറെ കുറിച്ച് പറയാനും, മുരളി ഗോപിയെ കുറിച്ച് പറയാനും ഒന്നും ഒരു തരത്തിലും ഈ പറയുന്ന ആളുകൾക്ക് വ്യക്തിപരമായിട്ടുണ്ടാവാം. പക്ഷെ അതൊരു സമൂഹത്തിന്റെ ഒരു ആക്രമണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോഴേ നുള്ളിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. ശരി മധുപാൽ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.